ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഈ ആഴ്ചത്തെ ഹോട്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമേ ഉള്ളൂ. ആദ്യം നമുക്ക് റയൽ മാഡ്രിഡിനെ പറ്റി തന്നെ പറയാം. റയൽ മാഡ്രിഡ് ആദ്യം വന്ന ന്യൂസ് പറയാം. റയൽ മാഡ്രിഡ് ഹാസ് പാർട്ടഡ് വേ വിത്ത് ചാബി അലോൺസോ എന്നാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് ഇന്ന് മാരിയോ കോർട്ടഗാന ഇട്ടിട്ടുണ്ട്. ഹാസ് ബീൻ സാക്ക്. പുള്ളി അറിഞ്ഞിട്ടില്ല. അതായത് പുള്ളി പിച്ചിലോട്ട് വരുമ്പോഴാണ് പുള്ളിയോട് പറയുന്നത് പുള്ളിയെ സാക്ക് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് മാരിയോ കോർട്ടഗാന ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 3 മണിക്കൂർ മുമ്പ് കണ്ട റിപ്പോർട്ടാണ്. അപ്പോൾ ചാബി അലോൺസോ ഹസ് ലെഫ്റ്റ് ദ ക്ലബ്. അൽവാറോ ആർബലോവ ചാർജ് എടുക്കും. ഫോർമർ ലിവർപൂൾ പ്ലെയർ റിപ്ലേസിങ് ആൻ അതർ ഫോർമർ ലിവർപൂൾ പ്ലെയർ. അപ്പോൾ രണ്ടുപേരും മാഡ്രിഡ് പ്ലേയേഴ്സ് ആയിരുന്നു. ആർബലോവ കാസ്റ്റലേഡ കോച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ആൻഡ് അത് നമുക്ക് അലോൺസോനെ പറ്റി പറയാം. അലോൺസോ ഹീസ് എ സീരിയൽ വിന്നർ ഞാൻ പറയില്ല. ഐ വുഡന്റ് കോൾ ഹിം സീരിയൽ വിന്നർ. പക്ഷേ ഒരു പ്രൂവൺ മാനേജറാണ്, വിന്നർ മാനേജറാണ്. ഇപ്പോൾ അങ്ങനത്തെ കാറ്റഗറി പെടുത്താൻ പറ്റിയ മാനേജേഴ്സ് മാഡ്രിഡ് ഹയർ ചെയ്യുമ്പോൾ ആ സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്നില്ല, ഇപ്പോഴും മാർക്കറ്റിലില്ല. അതായത് നല്ല പ്രൂവണായിട്ടുള്ള മാനേജേഴ്സ്. അപ്പോൾ ഒരു പ്രൂവണായ അവരുടെ തന്നെ ഒരു ലെജൻഡിനെയാണ് അവർ കൊണ്ടുവന്നത്. ആൻഡ് ഹി ഹാഡ് ഹൈ ഹോപ്സ്. എനിക്ക് എനിക്ക് പുള്ളി ലിവർപൂൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയും ആൻഡ് ഐ ലൈക്ക് ചാബി അലോൺസോ. ആൻഡ് ലെവർക്യൂസനിൽ പുള്ളി ചെയ്ത പണി ചില്ലറയൊന്നുമല്ല. അപ്പോൾ വിത്ത് ദാറ്റ് ഐ ഹാഡ് എ റെസ്പെക്ട് ഫോർ ഹിം. ഇപ്പോഴും എനിക്കതുണ്ട്, എനിക്കത് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ഐ തോട്ട് ഹി വുഡ് ഒരു റെവല്യൂഷനൈസ് ചെയ്യുന്നു തന്നെ വിചാരിച്ചു. പക്ഷേ വിത്ത് ദിസ് ടീം, ഈ ഒരു ടീമിലുള്ള ആൾക്കാർ ബിഗ് ഹെഡ്സ് വെച്ച് ഐ തിങ്ക് ചാബി അലോൺസോന് അത്യാവശ്യം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം. അതായത് ഒരു ക്ലബിലും നമുക്ക് സ്ട്രേറ്റ് ടു ദ പോയിൻ്റ് ആയി വരും. ഒരു ക്ലബിലും ഒരു മാനേജർ ഇപ്പോൾ എത്ര മോശം ആയിക്കോട്ടെ, ഹൗ എവർ ബാഡ് ദ റിസൾട്ട് മേ ബി, ഓർ മോശം സ്വഭാവമുള്ള ആളായിക്കോട്ടെ, ദ പ്ലെയേഴ്സ് ഷുഡൻറ്റ്, അതായത് മാനേജറിന് തലയിൽ കയറി ഇരിക്കരുത്. അതാണ് ബേസിക്കായിട്ടൊരു മാനേജറിന് കിട്ടേണ്ട ഒരു ലക്ഷറിയും മാനേജർ അതേ രീതിയിൽ പ്ലെയേഴ്സിന് ട്രീറ്റ് ചെയ്യാൻ വേണം, പ്ലെയേഴ്സ് മാനേജറിന് അതേ രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതൊരു നല്ലൊരു കളക്റ്റീവ് എഫേർട്ടായിരിക്കണം ഡ്രസ്സിങ് റൂം നന്നായി കൊണ്ടുപോകുക എന്നുള്ളത്. ഇപ്പോൾ റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ 4 ഡ്രോവും 4-5 ഡിഫീറ്റ് എന്തേ ഉള്ളൂ അലോൺസോന്. 71% വിൻ റേറ്റ് ഒക്കെ ഉള്ള മാനേജറാണ്. അപ്പോൾ ഇത് മാഡ്രിഡ് സ്റ്റാൻഡേർഡ്സിന് കറൻ്റ്ലി വേറെ ആയിരുന്നു ടേബിൾ. ആൻഡ് അണ്ടർവെൽമിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ കമ്പയർഡ് ടു മാഡ്രിഡ് സ്റ്റാൻഡേർഡ്സ് യെസ്. അതുകൊണ്ടാണ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഡിപ്പാർച്ചർ ഉണ്ടായിരിക്കുന്നത് ഫുള്ളി ബേസ്ഡ് ഓൺ ഡ്രസ്സിങ് റൂം ഇഷ്യൂസാണ്. അത് നമ്മൾ ആ സൂപ്പർ കോപ്പ എസ്പാനിയയിൽ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്ന ആ ഇഷ്യൂ നമ്മൾ കണ്ടതാണ്. എംബാപ്പെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ കുറേ പേരിനകത്ത് എംബാപ്പയെ പറയുന്നുണ്ട്, കുറേ പേര് വിനീഷ്യസിനെ പറയുന്നുണ്ട്, കുറേ പേര് വേറെ പ്ലേയേഴ്സിനെ പലരെയും പറയുന്നുണ്ട്. ഫബ്രിസിയോ റൊമാനോ കുറേ നാരറ്റീവ്സ് ഇറക്കി വിടുന്നുണ്ട്. മാരിയോ കോർട്ടഗാന എപ്പോഴാണ് 3 മണിക്കൂർ മുമ്പാണ് ഒരു ആർട്ടിക്കിൾ ഇറക്കിയത്. ഹി വാസ് സാക്ഡ്. അല്ലാതെ മ്യൂച്വൽ ഡിപ്പാർച്ചറോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമൊന്നും അല്ല. ഹി വാസ് സാക്ഡ് എന്നാണ് മാരിയോ കോർട്ടഗാന പറയുന്നത്. അപ്പോൾ ഡ്രസ്സിങ് റൂമിലെ കാര്യം പറയുകയാണെങ്കിൽ യു ഹാവ് ടു, അതായത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു മാനേജർ ഡീൽ ചെയ്യുന്ന ടൈപ്പ് പ്ലെയേഴ്സായിട്ടല്ല എനി ഡേ. ഞാൻ കളി കാണുമ്പോൾ തൊട്ട് മെഡ്രിഡിലെ ഡ്രസ്സിങ് റൂമിലെ മാനേജേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരിക. അതായത് ഞാൻ കണ്ടപ്പോൾ മുതലേ മെഡ്രിഡിലെ ഡ്രസ്സിങ് റൂം എന്ന് പറയുന്നത് ഡിമറി ഉണ്ടായിരുന്നു, ഓസിലുണ്ടായിരുന്നു, റൊണാൾഡോ, ബെൻസിമ, റാമോസ്, പെപ്പെ, ഇപ്പോൾ ക്രൂസ്, മോഡ്രിച്ച്, ഇപ്പോൾ ഇത്രയും ബിഗ് ഹെഡ്സ് ഉള്ളൊരു ബെയിലിന് പറഞ്ഞേ പറ്റൂ. ഇത്രയും ബിഗ് ഹെഡ്സിനെ മാനേജ് ചെയ്യാൻ കൂടെ കഴിവുള്ള മാനേജേഴ്സിനെ മെഡ്രിഡ് ഇത്ര ഹയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യു ഹാവ് ടു പ്ലേ സംതിങ് ഫ്ലെക്സിബിൾ ഈ പ്ലെയേഴ്സിനെ വെച്ച്. അതിൻ്റെ കൂടെ തന്നെ ഇവരെ പിണക്കാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഒന്നാമത്തെ കാര്യം. ചാബി അലോൺസോ ഒരു സിസ്റ്റം മാനേജറാണ്. പുള്ളിക്ക് ആസ് ഒരു ടീം ഒരു കളക്റ്റീവ് ഒരു വർക്കിൽ കളിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ആഗ്രഹം. അതായത് 10 പേരും പ്രസ് ചെയ്യുക, നല്ലോണം ഓടുക. അതായത് ഇപ്പോൾ മോഡേൺ ഫുട്ബോൾ അതില്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഹി വാണ്ടഡ് ദാറ്റ്. അത് ഫെയറാണ് ഫ്രം ഹിസ് പോയിൻറ്റ്. ആൻഡ് അത് പ്ലെയേഴ്സ് ചെയ്യാത്തതെന്ന് പറയുന്നത് ഓരോ പ്ലെയേഴ്സിൻ്റെ ഫുട്ബോളിങ് രീതിയാണ്. അപ്പോൾ അതിൽ ആണ് ആദ്യത്തെ ഫ്രിക്ഷൻ വരുന്നത് മാനേജറായിട്ട്, അതായത് ചാബി അലോൺസോ ആയിട്ട്. ഇപ്പോൾ മുമ്പും പല മാനേജേഴ്സും ഇതിലും വലിയ ഈഗോസിനെ, ഇപ്പോൾ റൊണാൾഡോനെയും ബേൽ, റാമോസ്, ഇങ്ങനത്തെ മാനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്ത മാനേജേഴ്സ് അവിടെ ഉണ്ട്, ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ. അപ്പോൾ അത് 2 രീതിയിലാണ്. ഒന്നിൽ യു ക്യാൻ പാമ്പർ ദം. അപ്പോൾ ആഞ്ചലോട്ടി ചെയ്ത പോലെ, ഇപ്പോൾ ആഞ്ചലോട്ടി ഏകദേശം ഇതേ ബഞ്ചിനെയാണ് മാനേജ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അല്ലാണ്ട് സിഡാൻ ഉണ്ടായിരുന്നു, മൊറീനിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഈ പ്ലെയേഴ്സ് ഒത്തുപോകാൻ കാര്യം ഇതർ യു ഹാവ് ടു പാമ്പർ ദം, ഓർ ഈ വരുന്ന മാനേജർ ഇവരെക്കാളും വലിയ തല്ലിപ്പൊളി ആയിരിക്കണം. അതായത് ഇവരെക്കാളും വലിയൊരു ഈഗോ ആയിരിക്കണം. അപ്പോൾ ഐ തിങ്ക് അങ്ങനത്തെ മാനേജറാകെയുള്ള സിഡാൻ മാത്രമേ ഉള്ളൂ. ആൻഡ് പുള്ളി ഫ്രാൻസിനെ ഹേറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുള്ളിക്ക് എപ്പോഴെങ്കിലും ആ മാനേജറിൽ ജോബ് എടുക്കാൻ വേണ്ടി. അപ്പോൾ കമ്മിങ് ടു ചാബി അലോൺസോ,
പുള്ളി എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരു പാമ്പർ ചെയ്യുന്നൊരു മാനേജറാണെന്ന് തോന്നുന്നില്ല. യു ബി ഗുഡ് വിത്ത് ഹിം, പുള്ളി നല്ല നല്ല രീതിക്ക് നിൽക്കും. അല്ലാതെ ഇപ്പോൾ പ്ലെയേഴ്സ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വായിച്ചത് ആൻചെലോട്ടിയുടെ അണ്ടറിൽ ആഫ്റ്റർ എ ഗെയിം ദേ വർ അലൗഡ് ടു ഗോ ടു ഇപ്പോൾ IBCയിലൊക്കെ പോകാൻ പറ്റുന്നൊക്കെ വായിച്ചിരുന്നു. അത് എത്രത്തോളം സത്യം എനിക്കറിയില്ല. ഇവിടെ ഒന്നും പറ്റില്ല, യു ഹാവ് ടു കം ടു ദ ട്രെയിനിങ്. അപ്പോൾ ഈ പ്ലെയേഴ്സിനൊന്നും ശീലമില്ല. ദർ അറ്റ്മോസ്റ്റ് പ്രൊഫഷണൽസ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ബേസിക്കായിട്ടൊരു നല്ല മാനേജർ, അതായത് ഒരു സിസ്റ്റം മാനേജർ അല്ലെങ്കിൽ ഒരു PT ടീച്ചർ പോലത്തെ ഒരു മാനേജർ വരുമ്പോൾ അവരായിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം എന്ന് ഉള്ള സിവിക് സെൻസ് ഇല്ലാത്ത കുറേ പ്ലെയേഴ്സുള്ളൊരു ബഞ്ചായി മാറി ഇപ്പോൾ ഡ്രസ്സിങ് റൂം. അത് ഒന്നാമത്തത് ബിഗ് ഹെഡ്സ് ആണ്, അവർക്ക് അവരുടേതായ ഈഗോസ് ഉണ്ട്. ദേ തിങ്ക് ദേ ആർ ബെറ്റർ ദാൻ ദ മാനേജർ. അതിലൊരു സംശയമില്ല, അതിൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. ബിക്കോസ് അവിടെയുള്ള പ്ലെയേഴ്സിൻ്റെ CV എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എംബാപ്പെ, വിനീഷ്യസ്, വാൽവർദെ, ഇവരൊക്കെ ഇപ്പോൾ ജൂഡ് ബെല്ലിംഗം നമുക്ക് ഇന്നലെ വന്നതാണ്. പക്ഷേ ഈ പറയുന്ന പ്ലെയേഴ്സൊക്കെ ദേ ആർ ബിഗ് ഹെഡ്സ്, വെരി വെരി ബിഗ് ഹെഡ്സ്. അപ്പോൾ ഇവർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ വെച്ചും അവർ ഈ ക്ലബിന് മെഡ്രിഡിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത രീതി വെച്ചും ഐ തിങ്ക് ദേ സീ ദംസെൽസ് ബിഗർ ദാൻ അലോൺസോ. അതാണ് നടന്നത്. ദേ തിങ്ക് ദർ ബിഗർ ദാൻ ദ മാനേജർ. അതവർക്ക് അവരുടെ ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അത് ഐ തിങ്ക് മെഡ്രിഡ് പ്രിഫേഴ്സ് പ്ലെയേഴ്സ് ഓർ മാനേജേഴ്സ്, എസ്പെഷ്യലി ഈ കേസിൽ. കാര്യം ബിഗ് മാർക്കി പ്ലെയേഴ്സാണ്, ബിഗ് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന പ്ലെയേഴ്സാണ്, ബിഗ് ഹെഡ്സാണ്. നമ്മൾ പറയുന്നത് ആപ്പോ പ്ലെയേഴ്സിനെ പറ്റിയൊന്നുമല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഈ ലോകം കണ്ട ഏറ്റവും നല്ല പ്ലെയേഴ്സിൽ ഒന്ന് രണ്ട് മൂന്നിനൊക്കെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് അങ്ങനെ നോക്കുമ്പോൾ ഫ്രം ദ ക്ലബ് സൈഡ് ദേ തോട്ട് ഓഫ് പ്ലെയേഴ്സിൻ്റെ സൈഡ് പിടിക്കാമെന്ന് വെച്ചു. അങ്ങനെയാണ് അലോൺസോ പോയത്. ഈ ഡ്രസ്സിങ് റൂമിന് ഐ ഡോണ്ട് തിങ്ക് മാനേജർ ഒരു ഐ തിങ്ക് അൺലെസ് യു ഹയർ സംവൺ ലൈക്ക് ഒരു സിഡാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനേജർ അല്ലാതെ ഈ ഒരു ഗ്രൂപ്പിനെ മേയിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് യു ഹാവ് എ ലോട്ട് ഓഫ് കുക്സ് ഇൻ ദ സെൻസ് ബിഗ് പ്ലെയേഴ്സ്. അതിൻ്റെ ആവശ്യമില്ല ഒരു ടീമിൽ. ഇപ്പോൾ ഏതൊരു ടീമിലായാലും യു നീഡ് ബിഗ് ഹെഡ്സ്. അതല്ലാതെ അതിൻ്റെ കൂടെ തന്നെ യു നീഡ് പ്ലെയേഴ്സ് വർക്കിംഗ് ഫോർ ദ ടീം. ഇപ്പോൾ എംബാപ്പെ ഉണ്ട്, വിനീഷ്യസ്, ബെലിംഗം, ഗുളർ, ഇത്രയും പേര് ഒരുമിച്ചൊരു ടീമിൽ കളിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇതിൽ ഒരു കളി കഴിഞ്ഞ് രണ്ടാമത്തെ കളി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ മുഖം മാറുന്ന പ്ലെയേഴ്സുള്ളൊരു ടീമാണ് മെഡ്രിഡ്. അപ്പോൾ അങ്ങനെ ബെഞ്ചും ചെയ്യാൻ പറ്റില്ല. ഈതർ യു ഹാവ് ടു സെൽ എനി വൺ ഈ പറയുന്ന ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ യു ഹാവ് ടു ബ്രിങ് ബാക്ക് ആൻചെലോട്ടി. പക്ഷേ ആൻചെലോട്ടി വന്നപ്പോഴും കഴിഞ്ഞ കൊല്ലം എംബാപ്പെ വന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു ഡിലമയായിരുന്നു മാനേജറിന്. ഇത് ഇപ്പോൾ എങ്ങനെ ചെയ്യും? ആൻഡ് ആൻചെലോട്ടിയുടെ ലാസ്റ്റ് സീസൺ നമുക്കറിയാം ഇറ്റ് വാസ് ഇൻ വെരി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഹിസ് CV ആൻഡ് മെഡ്രിഡിൻ്റെ CV വെച്ച്. അപ്പോൾ എംബാപ്പെ വന്നതോടെ ആ ഒരു കാര്യത്തിനൊരു ബാലൻസ് ഇഷ്യൂ വന്നു. അതാണ് സത്യം. അപ്പോൾ എംബാപ്പെ ഇപ്പോൾ നമുക്ക് കുറ്റപ്പെടുത്താൻ ചോദിച്ചാൽ ആസ് എ ഫാൻ ഇൻ ദ സെൻസ് ഒരു ന്യൂട്രൽ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഹീസ് ലിറ്ററലി ക്യാരിയിങ് ദ ടീം. ആൾക്കാർ ഗ്രാഫൊക്കെ കൊണ്ടുവരുമായിരിക്കും. ഹീസ് നോട്ട് പ്രസ്സിങ്. അവന് പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഹീസ് നോട്ട് എൻടൈറ്റിൽ ടു പ്രസ്. ബിക്കോസ് ഗോളുകൾ അടിക്കുന്നിടത്തോളം കാലം അൺലെസ് ഹീ സ്റ്റോപ്പ് കോൺട്രിബ്യൂട്ടിങ് ടു ദ ടീം, പ്രസ്സിങ് ഡേറ്റയൊക്കെ ആയിട്ട് ആൾക്കാർക്ക് വരാം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അവിടെ ബാക്കിയുള്ള പ്ലെയേഴ്സാണ് ഷുഡ് വർക്ക് ഹാർഡ് ടു മേക്ക് സ്പേസ് ഫോർ എംബാപ്പെ എന്നാണ് തോന്നുന്നത്. ബിക്കോസ് അൺറിയൽ നമ്പേഴ്സ് പുറത്തെടുക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ അലോൺസോ ആയിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് പുള്ളിയുടെ സ്വഭാവത്തിൻ്റെ കേസാണ്. പക്ഷേ ഓൺ ദ പിച്ച് ഹീസ് ഒരു അൾട്ടിമേറ്റ് ഫുട്ബോളറാണ്. അപ്പോൾ ഐ തിങ്ക് ബാക്കിയുള്ള പ്ലെയേഴ്സ് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്. പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പ്രശ്നമൊന്നുമില്ലായിരിക്കും. പക്ഷേ ഈ പ്ലെയേഴ്സിന് മാനേജേഴ്സിനെ അനുസരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ആൻചെലോട്ടിയായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആൻചെലോട്ടി ഇവരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്നൊരു മാനേജറാണ്. അതുപോലത്തെ ഒരു മാനേജർ ഇല്ല. ബിക്കോസ് മാഡ്രിഡ് ഫാൻസിൻ്റെ കണ്ണിലും അതാണ് കാര്യം. ഇതേ പ്ലെയേഴ്സിനെ വെച്ച് ഹി ഹാൻഡിൽ ദം ആൻഡ് ബോട്ട് ഇമ്മൻ സക്സസ് ടു ദ ക്ലബ്. പക്ഷേ അതെന്തുകൊണ്ട് വേറെ മാനേജർ ചെയ്യുന്നില്ല എന്ന് മാഡ്രിഡ് ഫാൻസിന് തോന്നുന്നതിൽ വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു മാനേജർ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഐ തിങ്ക് ഇപ്പോൾ ആർബിളോ വന്നു എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ആർബിളോ ഹൈലി ഗെഗൻ പ്രസ്സിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു മാനേജറാണ്. ഞാൻ ഒരു 5-6 വീഡിയോ പുള്ളിനെ പറ്റി ഒരു 6 മാസം മുന്നേ വായിച്ചപ്പോഴേ ഞാൻ കണ്ടതാണ്. ഹീസ് ഭയങ്കര വർക്ക് റേറ്റ് ഡിമാൻഡ് ചെയ്യുന്നൊരു കോച്ചാണ്. ഇവിടെ കോളമ്പോ മാനേജർ. ബിക്കോസ് പുള്ളി ഇപ്പോൾ ഇൻറ്റർമായിട്ടാണെന്ന് തോന്നുന്നു ചാർജ് എടുത്തിരിക്കുന്നത് മെഡ്രിഡിൽ. അപ്പോൾ ഹി വുഡ് ഡിമാൻഡ് അൺറിയൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഫ്രം ദീസ് പ്ലേസ്. അത് ഈ പ്ലേസിന് ഇങ്ങനെ അണ്ടറിൽ ഇപ്പോൾ ചാബി പോയതിൻ്റെ വാശിയിൽ കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും നാൾ കണ്ടത് വെച്ച് ഐ ഡോണ്ട് തിങ്ക് എംബാപ്പെ ആയാലും വിനീഷ്യസ് ആയാലും വിൽ വർക്ക് ദർ സോക്സ് ഓഫ്. ബാക്കിയുള്ള പ്ലെയേഴ്സ് തന്നെ കഷ്ടപ്പെടേണ്ടി വരും. ആൻഡ് ഐ തിങ്ക് അത് സ്റ്റിൽ വിൽ ലീഡ് ടു ഇംബാലൻസ് ഇഷ്യൂ. എസ്പെഷ്യലി ഗഗൻ പ്രസ്സിംഗ് എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പൊക്കെ ആണെങ്കിൽ യു വിൽ ബി എക്സ്പോസ് പ്രോപ്പറായിട്ട് വർക്ക് റേറ്റ് ഇല്ലെങ്കിൽ. അപ്പോൾ വിൽ സി എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. അടുത്തത് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റി സംസാരിക്കാം. ആമറമിനെ സാക്ക് ചെയ്തു. ഇറ്റ് ടുക്ക് ദം എ വീക്ക്
ടു എ വീക്ക് ഓർ മോർ ദൻ എ വീക്ക് ടു ഹയർ എൻ ഇൻ്ററിം. അതും അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം ഭയങ്കര അവരുടെ ബോർഡ്, അതായത് ഇപ്പോൾ ഇനിയോസ് വന്നതിന് ശേഷം എസ്പെഷ്യലി അവരുടെ ബോർഡ് മീഡിയ ആയിട്ട് ഭയങ്കര ടാക്റ്റിക്കലാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരിറക്കുന്ന നാരറ്റീവ്സ് ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലാണ് നാരറ്റീവ്സ് ഇറക്കുക. അപ്പോൾ ഇന്നലെ ആണ് കാരിക്കാണ് വരാൻ പോകുന്നത് ഇൻ്റർമായിട്ടെന്ന് കേട്ടത്. അതിനകത്ത് തന്നെ സർ അലക്സിൻ്റെ തല അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. സർ അലക്സ് പറഞ്ഞിട്ട് ബോർഡ് തീരുമാനിച്ചിട്ടാണ് കാരിക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ നാരറ്റീവ്സ് ഇറക്കിയിട്ടുണ്ട്. കാര്യം എങ്ങാനും ഇൻ്റർം സക്സസ് ആയില്ലെങ്കിൽ ഇഫ് ഹി ഫെയിൽസ് ടു ഡൂ സംതിങ്, ബിക്കോസ് അപ്പുറത്ത് ഒല ഉണ്ടായിരുന്നു, ഫാൻസ് വാണ്ടഡ് ഓലെ, അതിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് ഇൻ്റർമായിട്ട് കെയർ ടേക്കറായിട്ട് എനിക്ക് തോന്നുന്നത് മാഞ്ചസ്റ്ററിന് ഹയർ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ പോലെയാണ്. ബിക്കോസ് ടു ബി ഫെയർ, ലെറ്റ്സ് ഫേസ് ഇറ്റ്, ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷത്തിൽ യുണൈറ്റഡ് കളിക്കുന്നത് കണ്ട ഏറ്റവും നല്ല ഫുട്ബോൾ ഒലയുടെ അണ്ടറിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയെ കെയർ ടേക്കർ മാനേജർ എന്ന് പെർമനൻ്റ് ആക്കിയത് ക്ലബിൻ്റെ തെറ്റാണ്. ഐ തിങ്ക് ദേ ഷുഡൻറ്റ് ഹവ് ഡൺ ദാറ്റ്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ പുള്ളിക്ക് വേണ്ട ബാക്കിങ് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഐ തിങ്ക് അതൊരു മോശം ഡിസിഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 6 മാസത്തേക്ക് ക്ലബിനെ ക്യാരി ചെയ്യാൻ പറ്റിയൊരു ഹെഡ് ഉണ്ടായിരുന്നത് ഒലയായിരുന്നു. ലെറ്റ്സ് സീ ക്യാരിക്കിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ബാക്ക് ഫോറിലോട്ട് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതായത് 3 at the back കിട്ടിയ സെക്യൂരിറ്റി പല പ്ലേയേഴ്സിനും കിട്ടില്ല. എസ്പെഷ്യലി ഫോർ ലൂക്ക് ഷോയുടെ ഫിറ്റ്നസ് മാക്സിമം ആമറും വെച്ച് സെക്യൂർ ചെയ്ത് കൊണ്ടുപോയത് ഹി വാസ് പ്ലേയിങ് അറ്റ് സെൻറ്റർ ബാക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുമായിരിക്കും, എനിക്കറിയില്ല. ആൻഡ് യു ഹാവ് മഗ്വയർ ദർ, ഡിലിറ്റ്, ഇവരൊക്കെ ഫോർ ദ ബാക്കിൽ വളരെ മോശം പെർഫോമൻസ് കാണിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ എക്സ്പോസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് വിൽ സി എങ്ങനെയാണ് അടുത്തൊരു 6 മാസം എൻഡ് ചെയ്യുക. ആൻഡ് അവർ FA കപ്പൊന്നും പുറത്തായതാണ് ബ്രൈറ്റനായിട്ട് ഫ്ലെച്ചറിൻ്റെ അണ്ടറിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ഡെക്കേഡ്സിന് ശേഷമാണ് 40 മാച്ച് യുണൈറ്റഡ് കളിക്കുള്ളൂ. അതൊരു പോസിറ്റീവായിട്ട് ഇവർക്ക് എടുത്തുകൊണ്ട് ടോപ്പ് 4 ടോപ്പ് 5 യൂറോപ്പിലൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വിൽ ബി വെരി ഗുഡ്. ബിക്കോസ് ഇപ്പോൾ ക്ലബിൻ്റെ അവസ്ഥ വെച്ച് ദേ ആർ മൂവിങ് ഇൻ ടു ഒരു പൊട്ടൻഷ്യലി ദ വേഴ്സ്റ്റ് സീസൺ ഇൻ യുണൈറ്റഡ് ഹിസ്റ്ററി എന്നുള്ള രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺലെസ് ഇപ്പോൾ കാരിക്ക് വന്ന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ യുണൈറ്റഡ്, അത്രേ പറയാനുള്ളൂ. ആൻഡ് ഐ തിങ്ക് യുണൈറ്റഡിൽ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് ഓണേഴ്സിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഓണേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ ദിൽ ഹയർ ഇംഗ്ലീഷ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ്. ഇപ്പോൾ പല ക്ലബ്ബുകളിലുണ്ട്. ചെൽസിയിലായിക്കോട്ടെ, പോൾ വിൻസ്റ്റൺലി ഉണ്ട് അവിടെ, ഇപ്പോൾ റിച്ചാർഡ് ഹ്യൂസ് ഉണ്ട് ലിവർപൂളിൽ, ഇവിടെ ജേസൺ വിൽകോക്സ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഡാൻ ആഷ്വർത്തായിരുന്നു യുണൈറ്റഡിൽ. അപ്പോൾ ഇവരൊക്കെ അവർക്കൊന്നും അറിയില്ല ഫുട്ബോളിനെ പറ്റി. ഇംഗ്ലീഷ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനൊന്നും അറിയില്ല. അതേ ഹ്യൂജ് ടാലൻ്റ് ഐ ഡി, അതിൽ സംശയമൊന്നുമില്ല. ജേസൺ വിൽകോക്സ് ആയിക്കോട്ടെ, റിച്ചാർഡ് ഹ്യൂസ്, പോൾ വിൻസ്റ്റൺലി, ഇവരൊക്കെ ആയിക്കോട്ടെ, ഇത്രയും പേര്, ഇപ്പോൾ ചെൽസി തന്നെ ഒരു 5-6 പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇംഗ്ലീഷാണ്. ഇവരൊക്കെ ദേ ഹാവ് ഹ്യൂജ് ടാലൻ്റ് ഐ ഡി. ബിക്കോസ് ഇവരൊക്കെ നല്ല അക്കാഡമികളിൽ, നല്ല സ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഫോർമർ പ്ലേയേഴ്സും ആയിരുന്നു ഇവരൊക്കെ. ഈ റിച്ചാർഡ് ഹ്യൂസ് ആയിക്കോട്ടെ, ബാക്കിയുള്ളവരൊക്കെ ആയിക്കോട്ടെ, കുറച്ച് പേര് ഫോർമർ പ്ലേയേഴ്സായിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർക്ക് പണ്ട് പരിചയമുള്ളൂ, ഇവർ ഡേറ്റ വൈസ് ഇവർക്ക് തോന്നി സൂപ്പറാണ് എന്ന് തോന്നിയ പ്ലേയേഴ്സിന് ഇവർ ഏത് ക്ലബ്ബിൽ പോകുന്നു അങ്ങോട്ട് ഇവർ ആദ്യം എത്തിക്കും. അതിപ്പോൾ റിച്ചാർഡ് ഹ്യൂസ് കർക്കസിനെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പോൾ വിൻസ്റ്റൺലി ആയാലും ഡാൻ ആഷ്വർത്തായാലൊക്കെ ഇവർക്ക് പരിചയമുള്ള പ്ലേയേഴ്സിനെയും മാനേജേഴ്സിനെയും ഇവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് ഇവർ കൊണ്ടുവരുന്നത്. സെയിം വിത്ത് ചെൽസിയാണ് എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. കാര്യം ഇപ്പോൾ ജോഷ് ഹീൽസ് സിറ്റി അക്കാഡമിയിൽ നിന്ന് പോയതാണ്. സിറ്റി അക്കാഡമിയിൽ നിന്ന് ഇവർ എത്ര പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്തു, ചെൽസി എത്ര പേരെ എത്തിച്ചു. അപ്പോൾ അതാണ് ഇവർക്ക് പരിചയമുള്ളൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സെറ്റപ്പ് പോലെയാണ് ഈ ഇംഗ്ലീഷ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെ കാണുന്നത്. അതിന് ഇംഗ്ലീഷ് ഓണേഴ്സ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. അതായത് ഇംഗ്ലീഷ് സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിന് അവരുടെ തന്നെ ടാലൻ്റ് ഐഡിയിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാരണം അവർ ഹെഡ് കോച്ചസിനെ ഹയർ ചെയ്യും. എന്നിട്ട് ഞങ്ങളൊരു ടീം ഉണ്ടാക്കി തരും, അത് വെച്ച് കളിപ്പിക്കുക, അതാണൊരു ഹെഡ് കോച്ചിൻ്റെ ജോലി എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരും. എൻ്റെ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മാനേജർ ഇഫ് ദേ വിൻ സംതിങ് എൻ്റെ അവരുടെ സ്വഭാവം മാറി തുടങ്ങിയാൽ അവരെ സാക്കും ചെയ്യും. അപ്പോൾ ക്ലിയർലി ഇഫ് യു ആർ ബ്രിങ്ങിങ് ഇൻ എ യെസ് മാൻ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങർക്ക് കളിപ്പിക്കാൻ പറ്റിയ ഒരു സ്ക്വാഡ് കൊടുക്കുക. അത് കൊടുത്തിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ യെസ് മാനാണ് നിങ്ങളുടെ ആളാണെങ്കിൽ ആ മാനേജറെ ഇനിയും സക്സസ്സിലോട്ട് ബാക്ക് ചെയ്യുക, നിങ്ങൾക്ക് നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്കറിയില്ല എത്രത്തോളം പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ ഇനി ഇത് മോഡേൺ ഫുട്ബോളിൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് വിൽ സി എന്താവുന്നു. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ. ബൈ.